ഇന്ന് അമ്മ ലിവർ ഉണ്ടാക്കിയേ. നല്ലായിരുന്നു. എനിക്ക് പക്ഷെ ഞാൻ ലിവറിൻ്റെ വലിയ ഫാനല്ല. പക്ഷെ എനിക്ക് അമ്മ ഇതിനകത്ത് ഈ ക്യാരറ്റും, ഈ പൊട്ടറ്റോയും പിന്നെ എന്താ പറയുക, ഈ ഇതിനകത്തുള്ള ഈ തേങ്ങാ കൊത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടവാ. അപ്പോൾ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മധുരം തിന്നാനൊരാഗ്രഹം. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കുന്നത് കണ്ടു. ഇത് ഞാൻ കഴിഞ്ഞ മാസം എങ്ങാണ്ട് വാങ്ങിച്ചതാ. പക്ഷേ ഇതുവരെ എക്സ്പയർ ആയിട്ടില്ല. അപ്പോൾ ഓർത്തു ഇത് ഉണ്ടാക്കാമെന്ന്. ഉണ്ടാക്കാൻ ആകെ 2 സാധനം മതി. മുട്ടയും ബട്ടറും. അത് രണ്ടും ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു ഇത് ഉണ്ടാക്കാമെന്ന്. കുഞ്ഞും വഴക്കൊന്നും ഇല്ലാതിരിക്കുവാ. അപ്പോൾ പിന്നെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇതിനകത്ത് ആദ്യം എഴുതിയേക്കുന്നത് നമ്മൾ ബട്ടർ മെൽറ്റ് ചെയ്യാൻ വെക്കണമെന്ന്. അപ്പം ഞാൻ മെൽറ്റ് ചെയ്യാൻ വലിയൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ കൂട് പൊട്ടിച്ച് നോക്കി. അതിനകത്ത് ഈ ചോക്ലേറ്റ് പൗഡർ പോലെ ഇരിക്കുന്ന ഇതും, പിന്നെ കുക്കി പീസസും, അതായത് ഓറിയോയുടെ പീസസും ക്രഷ് ചെയ്തത്, പിന്നെ ഉള്ളത് 4 ഈ അലുമിനിയത്തിൻ്റെ കപ്പ്, ഇങ്ങനത്തെ 4 കപ്പ്. അപ്പം നമ്മൾ ആദ്യം ഇത് മെൽറ്റ് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് ഈ ചോക്ലേറ്റ് പൗഡർ പോലെ ഇരിക്കുന്ന ഈ പൗഡർ ഇട്ട് ഇളക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഈ 2 മുട്ടയിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കണം കേട്ടോ, നന്നായിട്ട് ഇളക്കണം. ഇളക്കി ഇളക്കി വരുമ്പോൾ ദേ ഈ ഒരു ടെക്സ്ചറായിട്ട് വരും. എന്നിട്ട് കണ്ടോ, ഈ ഒരു ടെക്സ്ചറായിട്ട് വരും. ലിക്വിഡിയും അല്ല എന്നാൽ ഹാർഡും അല്ലാത്ത ഈ ഒരു ടെക്സ്ചർ. അത് കഴിയുമ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ എടുത്ത് കപ്പിനകത്തോട്ട് ഒഴിച്ചു. ഞാൻ കുറച്ച് ഒഴിച്ചിട്ട് നടുക്ക് ഇങ്ങനെ ആ പീസസ് ഇട്ടു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഒഴിച്ചു. അത് കഴിഞ്ഞ് ഞാനിതെല്ലാം എടുത്ത് ഓവനിലോട്ട് വെച്ചു. എനിക്ക് തോന്നുന്നു അതെ, ഞാൻ വെച്ചത് 400 ഡിഗ്രിയാന്ന് തോന്നുന്നു, 15 മിനിറ്റ്. അത് കഴിഞ്ഞ് വെളിയിലെടുത്തപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു, നല്ല പൊങ്ങി നല്ല സെറ്റായി. അപ്പോൾ എനിക്കിതിങ്ങനെ മേളിലിങ്ങനെ ഒരു വെള്ളം പോലെ ഇരിക്കുന്നുണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഇനി ഉണ്ടായില്ലേ, ഒന്നുകൂടി എടുത്ത് വെക്കണമെന്ന് തോന്നി. പക്ഷേ അതിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ട് 2 മിനിറ്റ് നമ്മൾ പുറത്ത് വെക്കണമെന്ന്. അത് കഴിഞ്ഞപ്പോൾ അത് സെറ്റായി, നല്ല ഇങ്ങനെയായി. അത് കഴിഞ്ഞിത് പൊട്ടിച്ചപ്പം ലാവ നോക്കി ഞാൻ ഇരിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ വന്നു കേട്ടോ, നല്ലായിരുന്നു, നല്ല ലാവയായിട്ട് വന്നു. അത് കഴിഞ്ഞ് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണമല്ലോ, നമുക്ക് ക്ഷമയില്ല. ഞാനത് ചൂടോടെ എടുത്ത് വായി വെച്ചു. ആ എക്സ്പ്രഷനാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. പിന്നെ ഒരു പൂച്ചയുടെ നാക്ക് പൊള്ളിയ കാര്യം പറഞ്ഞ പോലെ. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ, നല്ലായിരുന്നു. അപ്പം ശരി, സബ്സ്ക്രൈബ്. ബൈ.